നമസ്കാരം. ഞാൻ അഡ്വക്കേറ്റ് ശിവകുട്ടി ഫ്രാൻസിസ്, വർക്കിംഗ് പ്രസിഡന്റ്, കേരള ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് കോൺഫെഡറേഷൻ INTUC. KSEBയിലെ ഇലക്ട്രിസിറ്റി വർക്കർമാരുടെ പ്രൊമോഷൻ വിഷയത്തിൽ ഈ 2024 ഈ മാസം നവംബർ മാസത്തിൽ എന്തോ അമിട്ടുപൊട്ടുമെന്നോ ലാത്തിരി കത്തുമെന്നോ പവനായി വരുമെന്നോ ഒക്കെ കേട്ടുകൊണ്ടിരുന്നു കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട്. എന്താണേലും ലാത്തിരിയും പൊട്ടിയില്ല, പവനായും വന്നില്ല, അമിട്ടും പൊട്ടിയില്ല, പവനായി ശവമായി എന്ന് വേണേൽ പറയാം. ഈ വിഷയത്തിൽ ഇനിയിപ്പോൾ ഈ വർഷമേ ഈ കേസില്ല, അടുത്ത വർഷമേ ഉള്ളൂ കേസ്. പക്ഷേ അടുത്ത വർഷം ഇത് വരുന്ന ദിവസം ഈ കേസ് കോടതിയിൽ എടുപ്പിച്ചിരിക്കണം. അതിനുള്ള നീക്കങ്ങൾ ഞങ്ങളും നടത്തിയിരിക്കും. എന്താണേലും അപ്പോൾ നമ്മൾ കോടതിയിൽ കേസ് ജയിക്കണമെങ്കിൽ ചില കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഇപ്പോൾ നവംബർ മാസത്തിൽ വന്നിരുന്നെങ്കിൽ ഇവർ എന്ന് ഞാൻ പറയുന്നത്, അല്ലെ നിങ്ങൾ എന്ന് ഞാൻ പറഞ്ഞാൽ അത് ബോർഡിനെയാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ ബോർഡിനോടൊപ്പം നിൽക്കുന്ന അംഗീകാരമുള്ള സംഘടന, അവർ രണ്ടുപേരുമാണ് ഇതിനകത്ത് ഉദാസീനത കാണിക്കുന്നത്. ജയിക്കണമെന്നുണ്ടെങ്കിൽ ബോർഡ് ചില കാര്യങ്ങൾ ചെയ്യണം. കുറേ നാളുകളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ മാസം കേസ് വരുമെന്ന് പറഞ്ഞിട്ടും ഒന്നും ചെയ്തിട്ടില്ല. ഒരു സ്പെഷ്യൽ എൻഗേജ്മെന്റ് അഡ്വക്കേറ്റിനെ നിയോഗിച്ചതെന്ന് ഒഴിച്ചാൽ വേറൊന്നും നടത്തിയിട്ടില്ല. വർക്കേഴ്സിനൊക്കെ ഇപ്പം ഗ്രേഡാകാൻ പോവുക. 10 വർഷം ആയി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് പ്രൊമോഷൻ കിട്ടുന്നതിൽ അർത്ഥമില്ല. അപ്പോഴും നിങ്ങൾ പറയും, എന്താണ് പ്രൊമോഷൻ കിട്ടിയ അർത്ഥമില്ലേ? ഗ്രേഡ് കിട്ടി ശമ്പളം കിട്ടിയാലും പ്രൊമോഷൻ കിട്ടിയാൽ നിങ്ങൾക്ക് നിയമപരമായി പോസ്റ്റിൽ കയറാമല്ലോ. ലൈൻമാൻ ആയിക്കഴിഞ്ഞാലേ നിയമപരമായി പോസ്റ്റിൽ കയറാൻ പറ്റൂ. ഞങ്ങൾ സാധിച്ചു തന്നില്ലേ എന്ന് ചോദിക്കുന്നവരായിക്കോട്ടും. അപ്പോൾ അതിനു മുമ്പ് 1 വർഷം മുമ്പെങ്കിലും ആ പ്രൊമോഷൻ ഒന്ന് വാങ്ങിക്കൊടുക്കണം. അപ്പോൾ ഇത് സംബന്ധിച്ച് സെൻട്രൽ ഇലക്ട്രിസിറ്റി അതോറിറ്റിയുടെ റെഗുലേഷൻ 2023 എല്ലാം ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളൂ, അതൊന്നും പറയുന്നില്ല. ആ ഉത്തരവ് ഞങ്ങൾ വാങ്ങിയതാ. അതിന് നിങ്ങൾ ഞങ്ങളെ 8കാലി മമ്മൂഞ്ഞെന്നോ 8കാലി മമ്മൂട്ടിന്നോ 8കാലി കുഞ്ഞൂട്ടിന്നോ എന്ത് വിളിച്ചാലും കുഴപ്പമില്ല, അത് ഞങ്ങൾ തന്നെ വാങ്ങിയതാണ് കേട്ടോ. ബോർഡ് പോലും സമയത്ത് മറുപടി കൊടുത്തിട്ടില്ലല്ലോ ഡ്രാഫ്റ്റിൽ. നമുക്ക് ബെറ്റ് വെച്ച് പോകാൻ ഡൽഹിക്ക് സെൻട്രൽ ഇലക്ട്രിസിറ്റി അതോറിറ്റിയുടെ ഓഫീസിൽ പോകാം, അല്ലെ KSEBയുടെ ഓഫീസിലെ ഫയലുകൾ പരിശോധിക്കാം. ഞങ്ങൾ തയ്യാറാണ്, സമ്മാനത്തിന് തയ്യാറാണ്. അപ്പോൾ ഏതായാലും ആ ഉത്തരവ് ആര് വാങ്ങിയതായിക്കോട്ടെ, അത് നമുക്ക് പ്രശ്നമല്ല. അതിന് പിന്നിൽ ഞങ്ങൾ പ്രവർത്തിച്ചെന്നോ നിങ്ങൾ പ്രവർത്തിച്ചെന്നോ ഉള്ള അല്ല വിഷയം, അത് പ്രയോജനപ്പെടുത്തുക എന്നുള്ളതാണ്. ആ ഉത്തരവനുസരിച്ച് 8/6/2023 വരെയുള്ളവരെ മുഴുവൻ സംരക്ഷിച്ചിരിക്കുക, നിലവിലുള്ളവരെ. ആ ഓർഡറിൽ പറയുന്നത് ഈ സ്കില്ലുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ എഞ്ചിനീയേഴ്സിനെയൊക്കെ സഹായിക്കുവാൻ വേണ്ടി ടെക്നീഷ്യൻസിന് ഇനിയുള്ള നിയമനങ്ങളിൽ IT വേണം, ഡിപ്ലോമ വേണം എന്നൊക്കെ പറയുന്നുണ്ട് റെഗുലേഷൻ 6-7. പക്ഷേ നിലവിലുള്ള ജീവനക്കാർക്ക് ഒരു എക്സെപ്ഷൻ നൽകിയിരിക്കുകയാണ്. അതായത് അവർക്കൊരു ട്രെയിനിങ് കൊടുത്തവരെ ക്വാളിഫൈഡ് ആക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്, അല്ലാതെ അവർ IT എടുക്കണമെന്നല്ല. ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം, ഇവിടെ ചില വ്യാജ പ്രചരണങ്ങൾ അയച്ചുവിടുന്നു. IT എടുപ്പിക്കണം, IT കോളേജുമായിട്ട് ഞങ്ങൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു, IT എടുക്കുന്നതിന് വേണ്ടിയുള്ള ഏർപ്പാടുകൾ ചെയ്യുന്നു, അതാണ് താമസിക്കുന്നതെന്നൊക്കെ. IT ഒന്നും എടുക്കണ്ട. IT എടുക്കാൻ ഞാൻ ചോദിച്ചോട്ടെ, ഇലക്ട്രിസിറ്റി വർക്കറായിട്ട് നിയമനം കൊടുക്കുന്നത് 10ാം ക്ലാസ് തോറ്റവർക്കല്ലേ? അവരാരും പറഞ്ഞിട്ട് കൊടുത്തല്ലോ, ബോർഡ് വിളിച്ചതല്ലേ. 10 ജയിച്ചവരെ ബോർഡ് പിരിച്ചും വിട്ടില്ലേ? ഇപ്പോഴും ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കെതിരെ നടപടി എടുക്കും. അപ്പം അങ്ങനെ 10ാം ക്ലാസ് തോറ്റവർ IT എടുക്കണമെന്ന് പറയുന്നത് ഇവിടുത്തെ ന്യായമാണ്. അവർ ITI 2 ഇയർ കോഴ്സ് NCVT എടുക്കണമെന്നുണ്ടെങ്കിൽ SSLC പാസ്സാവണ്ടേ? കുറേ പേരൊക്കെ പാസ്സായിട്ടുണ്ട്. പക്ഷെ നമ്മൾ കോമൺ ആയിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. അവർ SSLC പാസ്സാകണമെന്ന് നിങ്ങൾ ആരോടാണ് പറയുന്നത്? നിങ്ങൾ തോൽക്കണമെന്ന് പറഞ്ഞിട്ട് അവരോട് കയറിയപ്പോൾ പറയുകയാണ്, നിങ്ങൾ തോൽക്കണം, നിങ്ങൾ വർക്കറായിട്ട് കയറിയാൽ നിങ്ങൾ ഓവർസർ വരെ ആക്കും എന്ന് വാഗ്ദാനം കൊടുത്തിരിക്കുക. സുപ്രീം കോടതിയുടെ അടുത്ത കാലത്ത് ഈ അടുത്ത ഇടയ്ക്ക് ഇറങ്ങിയ ഒരു വിധിയുണ്ട്, ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ വിധി. നോട്ടിഫിക്കേഷൻ സമയത്ത് അപേക്ഷ ക്ഷണിക്കുമ്പോൾ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ അതിൽ നിന്നും മാറാൻ പാടില്ല എന്ന്. അപ്പോൾ അപേക്ഷ ക്ഷണിക്കുമ്പോൾ ഇലക്ട്രിസിറ്റി വർക്കർക്ക് ഓവർസർ വരെ ആകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതാണ് അവർ അൺക്വാളിഫൈഡ് എന്ന് പറഞ്ഞുകൊണ്ട് അവരെ ഓവർസർ വരെ എന്നാണ് പറഞ്ഞേക്കുന്നത് IT ഇല്ലാത്തവർക്ക്. അതിനുള്ള അർഹത അവർക്കുണ്ട്, പുതിയ സുപ്രീം കോടതി വിധി പറഞ്ഞിരിക്കുക. അപ്പം ഇവിടെ IT എടുക്കണമെന്നല്ല, ഇതിനകത്ത് എടുത്ത് പ്രത്യേകം പറയുന്നുണ്ട്, ബോർഡിന്റെ RPTIകളിൽ കൊടുക്കാം. അത് പവറുമായി ബന്ധപ്പെട്ട RPTI എന്ന് പറയുന്നത് KSEB ഇലക്ട്രിസിറ്റിയെ സംബന്ധിച്ച് KSEBയുടെ ട്രെയിനിങ് സെന്ററിനേക്കാൾ അപ്പുറം ഒരു ട്രെയിനിങ് സെന്റർ ഇവിടെയാണ്.
അപ്പൊ അതിന് ഇതില്ല എന്ന് പറയുന്നതിൽ അർത്ഥമുണ്ടോ? RPT-യിൽ അഥവാ ഇനിയും CA അതോറിറ്റി അംഗീകരിച്ചില്ലേ, അവിടെ കത്തെഴുതി അംഗീകാരം മേടിക്കണ്ടേ? കഴിഞ്ഞ 2 വർഷമായിട്ട് ഇത് സംബന്ധിച്ച് എന്തെങ്കിലും കത്തിടപാടുകളോ പേപ്പർ വർക്കുകളോ നടത്തിയിട്ടുണ്ടോ? ഇപ്പൊ ഇവർ പറയുന്നത് ട്രെയിനിങ്ങിന്റെ സിലബസ് കിട്ടിയില്ല എന്ന്. ഞാൻ ചോദിക്കുന്നത്, കഴിഞ്ഞ 2 വർഷമായിട്ട് ഇത് അറിയാവുന്ന കാര്യമല്ലേ? ട്രെയിനിങ്ങിന്റെ സിലബസ് സംബന്ധിച്ചോ ഒരു കത്തെഴുതി നിങ്ങൾക്ക് കാണിക്കാമോ? ഞങ്ങൾ വിവരാശം ഇട്ടിട്ടുണ്ട് ബോർഡിന്, ഇപ്പൊ എഴുതി കാണും ഞങ്ങൾ കത്തെഴുതിയപ്പോ. അപ്പൊ അതുപോലെ തന്നെ ട്രെയിനിങ് 6 മാസത്തിനും കൊടുത്തിരിക്കണമെന്നാണ് പറയുന്നത്. 8/6/2023 ഓർഡർ ഇറക്കിയത്. 6 മാസത്തിന് 2 വർഷം കഴിഞ്ഞിട്ടും ട്രെയിനിങ് കൊടുത്തില്ല എന്ന് മാത്രമല്ല, ട്രെയിനിങ് കൊടുക്കുന്നതിന്റെ ഒരു ഷെഡ്യൂൾ എന്ന് പറഞ്ഞാൽ ആർക്കൊക്കെ എപ്പോൾ കൊടുക്കുന്ന ഒരു ഷെഡ്യൂൾ പോലും പബ്ലിഷ് ചെയ്യാൻ പറ്റാത്തവരല്ലേ നിങ്ങൾ? അപ്പൊ ഇപ്രാവശ്യം കോടതി വന്നിരുന്നെങ്കിൽ നിങ്ങൾ അവിടെ പോയി എന്ത് പറയാനാ ഇരുന്നത്? കോടതി പോയി കേസ് തോറ്റുപോയാലത്തെ അവസ്ഥ എന്തോ ആവും? കാര്യങ്ങൾ വിശദീകരിക്കണ്ടേ? വസ്തുതപരമായിട്ട് അവിടെ വിശദീകരിക്കണം, എത്ര വലിയ പവനായി വന്നാലും. അപ്പോൾ ഇനിയെങ്കിലും നമുക്ക് അടുത്ത വർഷം ജനുവരി എന്നാണ് കേട്ടത്. അത് ആഞ്ഞു പിടിച്ചാൽ മാത്രമേ നമുക്ക് നടിപ്പിക്കാൻ സാധിക്കൂ. കേസ് വിളിച്ച ഉടനെ എടുപ്പിക്കാൻ പറ്റും, അതൊന്നും എടുക്കാത്തത് ഉടനെ ഇവരുടെ കഴിവുകേടെന്നൊന്നും പറയത്തില്ല ഞാൻ. പക്ഷേ 2 വർഷമായിട്ട് എടുക്കാത്തവരുടെ കഴിവുകേട് തന്നെ. അപ്പൊ 2025 കേസ് വരുമ്പോൾ ഈ ട്രെയിനിങ് കൊടുത്തിരിക്കണം, ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്തിരിക്കണം, എല്ലാവർക്കും ഇന്ന ട്രെയിനിങ് എന്ന് പറഞ്ഞ ഒരു ഷെഡ്യൂൾ ലിസ്റ്റ് ഇടണം. അത് ഞാൻ പറഞ്ഞതിന്റെ പേരിൽ, KEC പറഞ്ഞതിന്റെ പേരിൽ നിങ്ങൾക്കത് പബ്ലിഷ് ചെയ്യാൻ നാണക്കേടാണെങ്കിൽ ഒരു 10 ദിവസം കഴിഞ്ഞ് പബ്ലിഷ് ചെയ്തു. ഞാൻ ഇന്നല്ലേ പറയുന്നത്. ഞാൻ കഴിഞ്ഞ മാസം പറഞ്ഞതുകൊണ്ട് നിങ്ങൾ അന്നേരം ഇടാതിരുന്നു. നമ്മൾ എന്തെങ്കിലും നല്ല കാര്യം പറഞ്ഞാൽ നല്ലതാണെ ഉൾക്കൊള്ളുക, അത് മോശമാണെങ്കിൽ നിങ്ങൾ ഉൾക്കൊള്ളണ്ട. അപ്പൊ അല്ലാതെ IT പാസ്സാവണമെന്നൊന്നും എങ്ങും പറയുന്നില്ല. റഫറണ്ടത്തിന്റെ തലയാഴ്ച വോട്ട് കിട്ടുന്നതിന് വേണ്ടി, അംഗീകാരം കിട്ടുന്നതിന് വേണ്ടി നിങ്ങൾ ഒരു പ്രൊമോഷൻ ഇറക്കിയപ്പോൾ ഞങ്ങളും അത് ഇറക്കണമെന്ന് ആവശ്യപ്പെട്ടതാണ്. പക്ഷെ നിങ്ങൾ ആ പ്രൊമോഷൻ ഇറക്കിയത് സത്യസന്ധമായിട്ടോ ജീവനക്കാരനോടുള്ള ഇഷ്ടം കൊണ്ടോ അല്ല. നിങ്ങൾ പ്രൊമോഷൻ ഇറക്കിയത് വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ നിങ്ങൾക്ക് വോട്ടും കിട്ടി. എന്നിട്ട് ഞങ്ങൾ തടയാൻ ശ്രമിച്ചു നിങ്ങൾ പറഞ്ഞു. ഞങ്ങൾ ലേബർ ഓഫീസിൽ കൊണ്ട് ഞങ്ങളാണ് കത്ത് കൊടുത്ത് പ്രൊമോഷൻ ഇറക്കണമെന്ന്. പക്ഷെ ആ പ്രൊമോഷൻ ഇറക്കിയപ്പോൾ നിങ്ങളൊരു ആപ്പ് അടിച്ചില്ലേ? 21/4/2022 ഇറക്കിയ ഗവൺമെന്റ് ഓർഡറിൽ എന്താണ് പറയുന്നത്? 5 അല്ലെങ്കിൽ 7 വർഷത്തിനകം ITIL ഡിപ്ലോമ എടുക്കണമെന്ന്. സാമാന്യ ബുദ്ധി കൊണ്ടേ നിങ്ങൾ അങ്ങനെ എഴുതുവോ? അങ്ങനെ നിങ്ങൾ എഴുതിയത് കൊണ്ടാണ് ഞങ്ങൾ വീണ്ടും സെൻട്രൽ സിറ്റി അതോറിറ്റിയായിട്ട് ബന്ധപ്പെട്ടതും ഈ ഉത്തരവ് വാങ്ങിയത്. അതുകൊണ്ട് നിങ്ങളുടെ ആ ഉത്തരവ് ക്യാൻസൽ ചെയ്യണം, അത് റദ്ദ് ചെയ്യണം. അതിനി ഇൻഫ്രഷ്യസാ, അത് നിലനിൽക്കില്ല. SSLC തോറ്റ ആൾക്കാരെ ജോലിക്ക് എടുത്തിട്ട് അവരോട് പറയാം 5 വർഷത്തിന് IT എടുക്കണമെന്ന് പറഞ്ഞു. അവർ SSLC എഴുതിയിട്ടില്ലേ പിന്നെ IT എടുക്കാൻ പറ്റൂ. അവരോട് പറയാം ഡിപ്ലോമ എടുക്കണമെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം റഫറണ്ടം ആയതുകൊണ്ട് ഞങ്ങൾ പ്രൊമോഷൻ ഇറക്കുന്നു, നിങ്ങളെ കബളിപ്പിക്കുന്നു, നിങ്ങൾ വോട്ട് ചെയ്യുന്നു, ഞങ്ങൾ ജയിക്കുന്നു, നിങ്ങൾ പിന്നെ IT എടുക്കാൻ വരുമ്പോൾ നിങ്ങളെ റിവേർട്ട് ചെയ്യാൻ പോകുന്നു ഞങ്ങൾ എന്നല്ലേ നിങ്ങൾ പറഞ്ഞതിൻ്റെ അർത്ഥം? അപ്പൊ അങ്ങനെ തൊഴിലാളികളെ കബളിപ്പിച്ചുകൊണ്ട് അധികം നാൾ പോകാൻ പറ്റില്ല. അതുകൊണ്ട് സത്യസന്ധമായിട്ട് നമുക്ക് ഇടപെടുക. ഒന്നുമില്ല, IT പഠിപ്പിക്കാനൊന്നും ഇനി വിടണ്ട, IT ഇൻസ്റ്റിറ്റ്യൂട്ട് ഒന്നും അന്വേഷിച്ച് നിങ്ങൾ പോകണ്ട. നിങ്ങൾ ചെയ്യേണ്ടത് ബോർഡിന്റെ RPTA-യിൽ ട്രെയിനിങ് കൊടുക്കുക. അടുത്ത പോസ്റ്റിംഗ് കേസ് വരുന്നതിന് മുമ്പ് ട്രെയിനിങ്ങിന്റെ ഷെഡ്യൂള് പബ്ലിഷ് ചെയ്യണം, ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യണം. 6 മാസത്തിനകം നടത്തണമെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ കോടതി ചോദിക്കും നിങ്ങൾ റെഗുലറൈസ് ചെയ്യാൻ 6 മാസത്തിനകം നടത്തണമെന്ന് പറഞ്ഞിട്ട് എന്തേ നടത്താനെന്ന് ചോദിക്കുമ്പോൾ പറയാനുള്ള എന്തെങ്കിലും ഉത്തരവും കൂടെ നമ്മുടെ വക്കീലിനൊന്ന് പറഞ്ഞു കൊടുത്തേക്കണം. അത് വേണേൽ നമ്മൾ പറഞ്ഞുതരാം, ഒന്നും കുഴപ്പമൊന്നുമില്ല. അപ്പൊ അത് ചെയ്യണം. അത് പറയുന്നതിന് വേണ്ടി മാത്രമാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്തത്. ഇത് ജീവനക്കാരെ കബളിപ്പിക്കരുത്, IT എടുക്കണമെന്ന് പറഞ്ഞ് പേടിപ്പിക്കുക, ഇൻസ്റ്റിറ്റ്യൂട്ട് തപ്പി ഞങ്ങൾ നടക്കുകയാണെന്ന് പറയുക, ഞങ്ങൾക്ക് സിലബസ് കിട്ടിയില്ല എന്ന് പറയുക. ഈ 2 വർഷം ഇവർ എവിടെ ആയിരുന്നു? അതുകൊണ്ട് ഇതിനൊക്കെ ഇവരുടെ കണ്ണ് തുറപ്പിക്കുന്നതിന് വേണ്ടി ഈ പ്രൊമോഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ DA തടഞ്ഞു വെച്ചിരിക്കുകയല്ലേ? DA കൊടുക്കാൻ പൈസ ഇല്ലാഞ്ഞിട്ടാണോ? ബോർഡിന്റെ സാമ്പത്തികപരമായിട്ട് ബോർഡ് പല കാര്യങ്ങളും ചെയ്യുന്നതൊക്കെ ഞാൻ പിന്നീട് പുറത്ത് പറഞ്ഞോളാം. അപ്പം DA കൊടുക്കാൻ ഉണ്ട്. അപ്പം നിരവധി വിഷയങ്ങളുണ്ട്. ആശ്രിത നിയമനം തടസ്സപ്പെട്ടു വെച്ചിരിക്കുന്നു. അങ്ങനെ നിരവധി വിഷയങ്ങൾ ഈ സ്ഥാപനത്തിലുണ്ട്. നിരവധി പ്രൊമോഷൻ ഉണ്ട്. സബ്ബഞ്ചർ AE, ഓവർസെറ്റ് സബ്ബഞ്ചർ, അങ്ങനെ എല്ലാ പ്രൊമോഷനും നടത്താൻ കിടക്കുകയാണ്. അപ്പോൾ അതൊക്കെ ഇപ്പം നാളെ ഇലക്ഷൻ്റെ കോഡ് ഓഫ് കോണ്ടാക്ട് തീരും. അതിനുശേഷം എല്ലാം നടത്തണം. ഇവിടെ തൊഴിലാളി ദ്രോഹ നടപടികൾക്കെതിരെ ഞങ്ങൾ ഈ നവംബർ മാസം അവസാനത്തെ വാരം ഞങ്ങൾ പ്രതിഷേധ വാരമായിട്ട് ആചരിക്കുകയാണ്. അപ്പം ആ മണിയാർ 12 മെഗാവാട്ട് പദ്ധതി KSEBക്ക് തിരിച്ചു കിട്ടേണ്ടതാണ്. ഡിസംബർ 31 തിരിച്ചു കിട്ടണം. അത് പുറത്തു കൊടുക്കാൻ പോവാണ്.
അത് ഈ കമ്പനിക്ക് തന്നെ വീണ്ടും നൽകാൻ വേണ്ടിയാണ്. കത്തുകൾ എഴുതി ബോർഡ് കത്തെഴുതിയാലും ബോർഡിനോട് പിന്നെയും പറയാം ചർച്ച ചെയ്യണം. ബോർഡിന്റെ ഗവൺമെന്റ് സ്വത്താണ്. അതൊരു കാര്യം കൂടെ തീർത്തു പറയാ, 30 വർഷത്തേക്കാണ് കൊടുത്തത്. നമുക്കിപ്പോൾ നമ്മുടെ ഒരു സ്ഥലത്ത് ഒരാൾ താമസിച്ചാൽ 12 വർഷം കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് ഒരു കുടികിടപ്പ് അവകാശം എന്ന് പറഞ്ഞ പോലെ 30 വർഷം കഴിഞ്ഞാൽ ഈ കമ്പനിക്ക് ഈ ലീസിനപ്പുറം അവർക്ക് അതിന്മേലൊരു അവകാശം സ്ഥാപിക്കുക. അപ്പൊ ഡിസംബർ 31-ന് 30 വർഷം പൂർത്തിയാകുമ്പോൾ അതിനു മുമ്പ് ഗവൺമെന്റ് ഇത് ഏറ്റുവാങ്ങിയില്ലെങ്കിൽ നാളെ അതിന് ശേഷം ഈ കമ്പനി ഒരു കേസിന് പോയാൽ ഇത് കേസിൽ കിടക്കും. കേസ് തീരുന്നത് വരെ അവരുടെ കയ്യിൽ തന്നെ ഇരിക്കും. അങ്ങനെ അവർക്ക് കൊടുക്കാനുള്ള ഒരു ഗൂഢ നീക്കം കൂടി ഗവൺമെന്റ് നടത്തുകയാണ്. ഈ സ്ഥാപനത്തിലെ ഒരു തൊഴിലാളി സംഘടന എന്ന നിലയ്ക്ക്, ജനങ്ങൾക്ക് വേണ്ടി പ്രതിനിധീകരിക്കുന്ന പ്രസ്ഥാനത്തിന്റെ ഭാഗമെന്ന നിലയ്ക്ക്, തൊഴിലാളികൾക്ക് വേണ്ടി പ്രതിനിധീകരിക്കുന്ന പ്രസ്ഥാനത്തിന്റെ ഭാഗം എന്ന നിലയ്ക്ക് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്, മണിയാർ ജലവൈദ്യുത പദ്ധതി ബോർഡ് ഏറ്റെടുത്തില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികളിലേക്ക് ഞങ്ങൾ നീങ്ങുന്നതായിരിക്കും എന്നറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.